നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. വീക്ഷണം പത്രത്തിന്റെ 49ാം വാർഷികാഘോഷവും അവാർഡ് സമർപ്പണവും സംഘടിപ്പിച്ചു. കർണാടക സ്പീക്കർ UT ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുകയറ്റമുണ്ടെങ്കിലും സത്യസന്ധമായ വാർത്ത ജനങ്ങളിലെത്തിക്കാൻ നിർണായകമായ സ്വാധീനം വഹിക്കുന്നത് ഇന്നും പത്രമാധ്യമങ്ങൾ തന്നെയാണെന്ന് കർണാടക നിയമസഭാ സ്പീക്കർ ടി ഖാദർ വീക്ഷണത്തിന്റെ 49ാം വാർഷികാഘോഷവും അവാർഡ് സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. I had a talk with KCG also. KCG said, no, you should go, it is very essential. And it is the order I have to come and follow. I am very happy to be here. First of all, I congratulate all the founder of this newspaper who have started this so many years back. Because though we have to appreciate that the thinking of those people those days, that today or tomorrow this type of newspaper or media is very important for the society and the organization to take place to get their ideology in the society and younger generation also. See, media and journalism and newspaper started by Mahatma Gandhi. Mahatma Gandhi also had for the media news for the paper for the voiceless. ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങളില്ലാതെ സമൂഹത്തിന് മുന്നോട്ട് പോകാനാവില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ കെ സുധാകരൻ MP അധ്യക്ഷത വഹിച്ചു. 1976 ആരംഭിച്ച വീക്ഷണം ഒരു പത്രമെന്നതിലുപരി ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. ഈ പത്രം വരുന്നതിന് മുമ്പ് ദേശാഭിമാനി പോലുള്ള പത്രങ്ങൾ കോൺഗ്രസിനെതിരായി പോരാട്ടം നടത്തി നമ്മുടെ മുഖം തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമത്തെ ഇല്ലാതാക്കാൻ വേണ്ടി വളരെയേറെ മനസ്സ് തീറ്റി ആലോചിച്ച് കോൺഗ്രസ് നേതൃത്വം ഉണ്ടാക്കിയ ഈ പത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുഖം സംരക്ഷിച്ച പത്രമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ഓർക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നു. അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചൂടനാട് രാജശേഖരൻ, MK രാഘവൻ MP, T സിദ്ദിഖ് MLA, PC വിഷ്ണുനാഥ്, JB മേത്തർ, അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ, അഡ്വക്കേറ്റ് K ജയന്ത്, അഡ്വക്കേറ്റ് PM നീസ, അഡ്വക്കേറ്റ് PM നിയാസ്, N സുബ്രഹ്മണ്യൻ, NA ഖാദർ, KM അബ്ജിത്ത് എന്നിവർ സംസാരിച്ചു. വീക്ഷണം കോഴിക്കോട് ബ്യൂറോ ചീഫ് T ഷൈബിൻ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. ഉമ്മൻചാണ്ടി കർമ്മശ്രേഷ്ഠ പുരസ്കാരം അഷ്റഫ് താമരശ്ശേരി, CP ശ്രീധരൻ, സർഗശ്രേഷ്ഠ പുരസ്കാരം സുധാ മേനോൻ, മീഡിയ അവാർഡ് നിഷ പുരുഷോത്തമൻ, വീക്ഷണം ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം S സുധീശൻ, ബിസിനസ് അവാർഡ് പോൾ തോമസ്, യുവ സംരംഭകനുള്ള അവാർഡ് MBB മൊയ്തു, മികച്ച സഹകരണ സ്ഥാപനം ശൈലേഷ് P നായർ എന്നിവർക്ക് സ്പീക്കർ UT ഖാദർ, KPCC പ്രസിഡന്റ് എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. 49 വർഷങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇടയ്ക്കൊന്ന് കാലിടറയെങ്കിലും ഒന്ന് തളർന്നുവെങ്കിലും വീണ്ടും ചടുലമായി തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജെയ്സൺ സാർ ഉൾപ്പെടെയുള്ള ടീമിന്റെ പരിശ്രമം പറയാതിരിക്കാൻ വയ്യ. എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ അവാർഡിന് അർഹരായ ബഹുമാന്യ വ്യക്തികൾ അവരവരുടെ പ്രവൃത്തി മേഖലകളിൽ ഏറ്റവും പ്രഗത്ഭരായി തന്നെ മുന്നേറുമ്പോഴും ഇത്തരം പ്രൗഢിയുള്ള അവാർഡുകൾ കയ്യിലേക്ക് എത്തുമ്പോഴും അതിലൊന്നും അഭിനന്ദിക്കാതെ വാക്കുകൾ കൊണ്ടും ശക്തമായ ഭാഷയിലും. സമഗ്ര ന്യൂസ് കണ്ണൂർ.